ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നുണ്ട്: തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലൻ അവിടുന്ന് ശക്തി പകരുന്നു. ഇവിടെ ദൈവത്തിന്റെ വലിയ കരുണയെക്കുറിച്ച് നമ്മൾ ആഴമായി ധ്യാനിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ സഹോദരത്തിലായ ഈ 3 ദിനങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ, ഇടപെടാതെ പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കൃപ ദൈവം നൽകുകയാണ്. കൂടെ വന്ന ജീവിതങ്ങൾക്ക് ദൈവം കൊടുത്ത വലിയ ധൈര്യം, പരിശുദ്ധ അമ്മ വഴി അവരുടെ ജീവിതത്തിലോട്ട് കൊടുത്ത വലിയ സുലഭമായ സമാധാനം, അതൊക്കെ ദിവസങ്ങളിൽ ഞാൻ കാണുകയായിരുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനമാണ്. തളർന്നിരിക്കുന്നവർക്ക് വലിയ ബലം നൽകുന്ന, ദുർബലമായി നമ്മുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു കർത്താവ്. ഒരു കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്: കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും തളരുകയില്ല, നടന്നാലൊട്ട് ക്ഷീണിക്കുകയുമില്ല. നമുക്ക് കർത്താവിൽ മുഴു ഹൃദയത്തോടെ ആശ്രയിക്കാം. പരിശുദ്ധ അമ്മ പുൽത്തൊഴുത്തിൽ ഈശോയ്ക്ക് ജന്മം കൊടുത്ത് കാൽവരി യാത്രയിൽ പുത്തനെ അനുഗമിച്ച് കുരിശും ചുവട്ടിൽ നിൽക്കുമ്പോൾ പോലും അമ്മ ഒരിക്കലും തളർന്നു പോയിട്ടില്ല. അമ്മ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചു. നമുക്ക് പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിൽ ആശ്രയിക്കാം. എഡ്ജുഗോറിയിലെ 3 ദിവസത്തെ പിൽഗ്രിമേജ് കഴിഞ്ഞ് തിരിച്ച് UK യാത്രയിൽ എയർപോർട്ടിലായിരിക്കുമ്പോൾ എല്ലാ മക്കളെയും നിയോഗങ്ങളെ അമ്മയുടെ സുഹൃത്തുക്കളെ സമർപ്പിച്ചിട്ടുണ്ട്. അവിടെ ഐറിഷുകാർക്ക് ഒരു 450-ഓളം വരുന്ന ആളുകൾക്ക് ധ്യാനം ചെയ്യാനുള്ള കൃപ നൽകി. എത്രയോ വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. ഒരു വലിയ അനോയിൻറ്റിങ് കർത്താവ് നൽകി. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് 1000 നന്ദി. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.